എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മകനെ ഞാൻ ഇസ്രായേലിൽ നിന്ന് വിളിക്കുമെന്നുള്ള പ്രവചനം പൂർത്തീകരിച്ച സ്ഥലത്തിലേക്കുള്ളതാണ് നമ്മളിന്ന് യാത്ര തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനശേഷം ഹെറോദേസിന് ഭയന്ന് മാലാഖയുടെ നിർദ്ദേശപ്രകാരം ജോസഫ് അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഭാഗം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു. അപ്രകാരം ജോസഫ് എത്തിച്ചേർന്ന സെന്റ് മേരീസ് ചർച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈജിപ്തിലെ പഴയ ബാബിലോൺ അഥവാ ഇപ്പോഴത്തെ കെയ്റോ എന്ന് പറയുന്ന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചർച്ചിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ഒരു ദേവാലയത്തിലാണ് തിരുക്കുടുംബം 3.5 മാസത്തോളം താമസിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതിലേക്കുള്ള മഹത്തായ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് സമയം കളയാതെ ആ ഒരു വീഡിയോ കണ്ട് തിരിച്ചു വരാം. വളരെ തിരക്കേറിയ ഒരു പാസേജാണ്. ഒത്തിരി സന്ദർശകരും ഒപ്പം തന്നെ സ്വദേശികളും ഒന്ന് സന്ദർശിക്കുന്ന ഒരു പ്ലേസാണ്. ഈജിപ്തിൻ്റെ ചരിത്രം ഓതുന്ന അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ പഴയകാലത്തിൻ്റെ ആ ഒരു പ്രൗഢി പറയുന്ന പുസ്തകങ്ങളും CD-കളും ചിത്രകലകളും ഈ വഴിയോരത്ത് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കേണ്ടത്. ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിന് തൊട്ട് മുന്നിലായിട്ട് തിരുക്കുടുംബം യാത്ര ചെയ്ത അല്ലെങ്കിൽ വിശുദ്ധ യൗസേപ്പിതാവ് അമ്മേനെയും കുഞ്ഞിനെയും ബെത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന വഴികളുടെ ആ ഒരു മേപ്പ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന പള്ളിയിലാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്താണ് തിരുക്കുടുംബം 3.5 മാസത്തോളം താമസിച്ചെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ യൂസ് ചെയ്ത കിണറും ഒപ്പം തന്നെ ഉണ്ണീശോ കിടന്ന സ്ഥലങ്ങളും ഇവിടെ കൃത്യമായിട്ട് അവർ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് ആ ഒരു മാപ്പ്. Going back to Nile Delta, Mataraya, Hard Zuela, Maadi, Babylon. Babylon, here we are now. And it's called Babylon, not like the Babylon of Iraq. No, but that area it was lived by people from Babylon, so they called it Babylon. Like the US, Chinatown. You know, China, the same idea, Chinatown, because Chinese people living there. Okay, so the same idea for Babylon. Then they went to Upper Egypt. In Nasara, Dir Garanos, Bahnasa, Samalut, Jabal al-Tir, Ashmonain, Qaryat Mir, or Mir village, sorry, El Muharrak Monastery, Virgin Mary Monastery, Doronka, and the Virgin Mary Monastery, El Ganadla. At that point, the angel appeared again to Joseph and told him, now take the child and his mother and go back to Egypt because the king is dead. So they took the Nile again, stopped at Memphis or Memph, again at Babylon, Maadi, and then they went back to Bethlehem. That route, my friends, took 3 years. They stayed here 3 months when they escaped, and during their way back, they stayed here also for few days. The longest time they stayed here was at Al Muharrak Monastery. They stayed for 6 months, and also the first altar ever made by Jesus Christ made here at Al Muharrak Monastery. Okay, so now we are going to see. ഇനി നമ്മൾ തിരുക്കുടുംബം താമസിച്ചിരുന്ന വീടും ഒപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ പണി ചെയ്തിരിക്കുന്ന ദേവാലയവുമാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ദേവാലയം ഇപ്പോൾ കോപ്റ്റിക് സഭയുടെ അധികാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രക്തസാക്ഷിയായ കോപ്റ്റിക് സഭയുടെ വിശുദ്ധൻ്റെ മൃതദേഹവും ഈ ഒരു ദേവാലയത്തിൽ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മഹത്തായിട്ടുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്നത് 1-ാം നൂറ്റാണ്ടിൽ കോപ്റ്റിക് സഭക്കാർ ജ്ഞാനസ്നാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഭരണിയാണ്.
So that one gets back to the first situation. ഈ കാണുന്ന പള്ളിയുടെ ആ അൽത്താരയുടെ ബേക്കിലാണ് തിരുകുടുംബം 3.5 മാസത്തോളം താമസിച്ചിരുന്ന ആ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ പള്ളിയുടെ ഈ കാഴ്ചകൾക്ക് ശേഷം അങ്ങോട്ട് പോകുന്നതായിരിക്കും. 2 നിലകളിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഈജിപ്ഷ്യൻ ആർക്കിടെക്ട് മോഡലിലാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷിയായിട്ടുള്ള ബെഞ്ചമിൻ്റെ മൃതദേഹമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുക്കുടുംബം യൂസ് ചെയ്ത ആ ഒരു കിണർ, അവർ വെള്ളത്തിന് വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്ന കിണർ, ഒപ്പം തന്നെ അവർ വസിച്ചിരുന്ന ആ ഒരു വീടും ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഓരോ നൂറ്റാണ്ടിലായിട്ട് ലഭിച്ച ബൈബിളിലെ ബൈബിൾ ഏടുകളാണ്. അത് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 1-ാം നൂറ്റാണ്ടിൽ യൂസ് ചെയ്തിരുന്ന ആ ഒരു വീട്ടുപകരണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഈ കാണുന്നതാണ് തിരുക്കുടുംബം യൂസ് ചെയ്തിരുന്ന കിണർ എന്ന് വിശ്വസിച്ചു പോരുന്നത്. ഈ കിണറിൽ നിന്നാണ് അവർക്ക് ആവശ്യമുള്ള ജലം ലഭിച്ചിരുന്നതെന്നാണ് വിശ്വാസം പറയപ്പെടുന്നത്. ഈ ഇടനാഴിയിലൂടെ താഴെ ഇറങ്ങുമ്പോഴാണ് തിരുക്കുടുംബം വസിച്ച ആ ഒരു ഏരിയ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ഏരിയയുടെ മുകളിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്താണ് തിരുക്കുടുംബം 3.5 മാസം താമസിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗത്തിൻ്റെ ഇടത് സൈഡിൽ ചെറിയൊരു തൊട്ടിൽ പോലത്തെ ഒരു പാറ കാണാൻ വേണ്ടി സാധിക്കും. ആ പാറയിലാണ് ക്രിസ്തുവിനെ കിടത്തിയിരുന്നതായിട്ടും വിശ്വസിച്ചു പോരുന്നത്.
ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.